അസ്സലാമലൈക്കും. എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാ വീഡിയോയിലും കമന്റിലും ഒക്കെ ചോദിക്കുന്നുണ്ട്, താത്താങ്ങളെ കുടിയിരിക്കൽ കഴിഞ്ഞോ, പെരിയിൽ കയറി കൂടിയോ, എന്താണ് കുടിയിരിക്കാത്തത്, ഈ റമദാന് കുടിയിരുന്നൂടെ, ഇത് നല്ല മാസമാണ് എന്നൊക്കെ ഇങ്ങനെ കമന്റിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയാ, കുടിയിരിക്കാൻ ആഗ്രഹമില്ലായിട്ടൊന്നല്ല, പൂതിയില്ലായിട്ടൊന്നല്ല. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, നമ്മളെ പെര ഒരു പണിയും കഴിഞ്ഞിട്ടില്ല. ഇതിൽ വരണമെങ്കിൽ നിറച്ച് പൊടിയാണ്, അടിപ്പണി കഴിഞ്ഞിട്ടില്ല, അതുപോലെ പിന്നെ ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ വീടിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ, എന്താണ് നമ്മളെ വീട് കയറാത്തത്, എന്താണ് ഇപ്പൊ ഇതിങ്ങനെ സ്റ്റോപ്പായിട്ട് നിൽക്കുന്നത് എന്ന ഒരു വീഡിയോയുമായിട്ടൊക്കെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നമ്മളെ വീടും നമ്മളെയൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പിന്നെ നമുക്ക് ഈ നമ്മളെ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനമൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വരുമാനമൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ വീട് പണിയൊക്കെ പെട്ടെന്ന് നടത്തിക്കൊണ്ടാകാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യാറുണ്ടാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ മതി, കാണുന്നവര് കണ്ടോട്ടെ. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ റവന്യൂ ഒക്കെ കിട്ടുകയാണെങ്കിൽ നമ്മളെ വീടുകളിലൊക്കെ പെട്ടെന്ന് ആകാം. അപ്പൊ അതിന്റെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ആണ്. പിന്നെ അതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ എല്ലാവരും ശരി. അപ്പോളേ എന്താ പറയാ, പിന്നെ വീട് പണി തടസ്സമായതും എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പൊ എല്ലാരും പറയാണ്, നിങ്ങൾ പെട്ടെന്ന് ഈ വീട്ടിലേക്ക് പോരി, നല്ല മാസമാണ്, റമദാൻ വരികയാണ്, റമദാനിന്റെ മുന്നത്തെ മാസം ഒക്കെ നല്ല മാസങ്ങളാണ്, അപ്പൊ ഇതിക്ക് പോരി എന്ന് പറയാം. അപ്പൊ ഇതിക്ക് പോരാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലൊന്നാമത് അടുക്കള ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മളിപ്പോ ഷെഡിലല്ല നിൽക്കുന്നത്. അപ്പോൾ അടുക്കള അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, നമ്മളെ ഷെഡിന്റെ ഉള്ളിൽ ഉണ്ട് അടുക്കള, അതിൽ വെച്ചുണ്ടാക്കിയാലൊക്കെ മതി. പക്ഷെ ഇതിൽ പെരും പൊടിയാണ്. പിന്നെ ഒന്നാമത് ജനൽപ്പൊളി വെച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഈ മുന്നിലും ബേക്കിലും വാതിലുണ്ട്, അത് അടച്ചിടാ. പിന്നെ അത് അടച്ചിട്ടാലും എന്താ പറയാ, ജനൽപ്പൊളി ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പൂച്ചാളൊക്കെ വരും, എലികളൊക്കെ വരും. പിന്നെ ഇതിലൊരു സാധനങ്ങൾ വെക്കാൻ പറ്റൂല. ഡ്രസ്സൊന്നും അലക്കിയത് ഞങ്ങൾ ഇതിൽ തോരിടും, മഴ പെയ്യുമ്പോൾ ഇതിൽ തോരിട്ടീന്. പിന്നെ ഡ്രസ്സൊക്കെ നമ്മൾ പൊടി പാറും ഒക്കെ ചെയ്യും. ഷെഡ് പിന്നെ അടച്ചുറപ്പുള്ളതുകൊണ്ട് പൊടിയൊന്നും പാറൂല. അപ്പൊ നമ്മളെ ഷെഡ് ഞാൻ മുഴുവൻ ഉള്ളിൽ കാണിച്ചു തരട്ടോ. അപ്പൊ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ പിന്നെ ഓർക്കൊക്കെ നമ്മളെ ഷെഡ് കാണൂല, അറിയില്ല, അതിനെ ഉള്ളൊന്നും ശരിക്കും കണ്ടിട്ടില്ലല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ വീട് പണി എത്ര ആയിരുന്നു ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ എല്ലാവരും വരിക. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാണ് നമ്മളെ ഹാള് എന്ന് പറയുന്നത്. ഹാള് ഇപ്പോ ഇത് വാതിലാണ് കേട്ടോ, വാതില് അടച്ചു. ഇതാണ് ഹാള്. ഇനിയിപ്പോ ഇവിടെ ജനൽപ്പൊളി വെക്കണം. അതുപോലെ തന്നെ ഇവിടെ ഫ്രണ്ട് ഇവിടെ ജനൽപ്പൊളി വെക്കണം കേട്ടോ. പിന്നെ ഈ ഒരു ഹാളാണ് ഉള്ളത്. ഇപ്പോ പിന്നെ നമുക്ക് കാണിച്ചു തരാം. ഇവിടെ ഒരു റൂമാണ്. ഇതാണ് ചെറിയ റൂം തന്നെയാണ്. ഇതിലും തന്നെ കണ്ടില്ല. അപ്പൊ ഞങ്ങൾ പഴയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒഴിവാക്കണം. ജനൽപ്പൊളി വെച്ചിട്ടില്ല. പിന്നെ ഇവിടെ ടോയ്ലറ്റ് ആണ് കേട്ടോ, ഉള്ളില് ടോയ്ലറ്റ് ഉണ്ട്. ഇനി ഞാൻ ഇതിന്റെ ഉള്ളിൽ കാണിച്ചു തരാം. അപ്പൊ കാണാത്തവർക്കായിട്ടാണ് കേട്ടോ ഞാൻ ഈ കാണിച്ചു തരുന്നത്. ഇതാ ഇവിടെ ഒരു റൂം ഉണ്ട് കേട്ടോ. ഇത് പിന്നെ മറ്റേ കുഞ്ഞു റൂമൊന്നുമല്ല, പിന്നെ കുറച്ചൊക്കെ വലിയ റൂം തന്നെയാണ്. അപ്പോ കണ്ടില്ലേ, ഈ ജനലിന്റെ ഉള്ളിൽ പൂച്ചാക്ക് വന്നാലേ നമുക്ക് ഭയങ്കര ഇടങ്ങേറല്ലേ, പിന്നെ പ്രയാസമാണ്. പിന്നെ ഇവിടെ ലൈറ്റ് ഉണ്ട്, കറണ്ട് ഉണ്ട് കേട്ടോ. ലൈറ്റ് എന്താ കത്താത്തത്? ഇവിടെ ആവൂലേ ബൾബ്? നോക്കട്ടെ. അപ്പോ കറണ്ട് വയറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഫിനിഷിങ് പണി മാത്രമേ ഉള്ളൂ കഴിയാന്. പിന്നെ എന്താ ടോയ്ലറ്റ്, അതിനും ടോയ്ലറ്റിക്ക് വരാം, അതിനും ടോയ്ലറ്റിക്ക് പോവാം, അങ്ങനെയാണ് കേട്ടോ. എന്താ പറയാ, അതുകൊണ്ടാണ് വരാത്തത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് അടുക്കള ഉണ്ടാക്കണ്ടേ. അടുക്കള ഉണ്ടാക്കണമെങ്കിൽ പിന്നെ പറഞ്ഞുതരാം, വരിക കാണിച്ചു തരാം. അടുക്കള നമുക്ക് ഉണ്ടാക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാ ഇവിടെയാണ് നമ്മളെ ഇപ്പത്തെ അടുക്കള ഉണ്ടാക്കുന്ന സ്ഥലം കാണിച്ചാലേ. അപ്പൊ ഇതാണ്, ഇവിടെയാണ് നമ്മൾ അടുക്കള ഉണ്ടാക്കാൻ കരുതിയിരിക്കണത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതിൽ 2 റൂമും ഹാളും ആ ടോയ്ലറ്റും ഉള്ളൂ. പിന്നെ മുന്നിൽ സിറ്റ് ഔട്ട് ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് ഷെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഷെഡിന്റെ വാതിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇതാണ് വാതില്. ഇതിപ്പോ കാണാത്തോൽക്കാണ്. അപ്പോൾ കാണാത്തോൽക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണ്, അവിടെ നിൽക്കിട്ടോ. കാണാത്തോൽക്ക് എന്ന് പറയുന്നത് ഇതാ ബൾബ് ഇട്ടതാണ് കേട്ടോ. ഞാൻ ഇവിടെ ഒരു ബൾബും കൂടി ഉണ്ട്, അത് ഇട്ടതാണ്.
അപ്പോൾ ഇത് നമ്മളെ ടേബിൾ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ടേബിളാണ്. അപ്പോൾ എല്ലാവരും എല്ലാ മെസ്സേജിലും ഒരു വീഡിയോ ഇട്ട് ആ മെസ്സേജിൽ താങ്കൾ എന്താ പെരേക്ക് കൂടാത്തത്, നിങ്ങൾക്ക് ഈ മാസം നല്ല മാസമാണല്ലോ, പിന്നെ നിങ്ങൾക്ക് നല്ല നോമ്പിൻ്റെ മാസമല്ല ഇപ്പോഴുള്ള മാസം ഒക്കെ നല്ലതാണ് കമൻറ്റിൽ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഈ പണി തീരാതെ നമുക്ക് അതിക്ക് പോകാനൊക്കെ വേണ്ടാവും, പക്ഷെ അതിന് നിൽക്കാൻ പ്രയാസമാവും. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് ഞാനും കുഞ്ഞാണിയാക്കിയും കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കുക. ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കും, ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ കണ്ടില്ലേ നമ്മളവിടെ നല്ല സിമെൻറ്റ് ഇട്ടിക്കണ്, കൊത്തി പൊളിച്ച് കളയാനൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളെ കയ്യിൽ പൈസ റെഡി ആയിട്ട്, ഇപ്പോൾ അടുക്കള കയറ്റാനുള്ള പൈസ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ഇത് പെട്ടെന്ന് പൊളിച്ചുകൊണ്ട് വേഗം ഇവിടെ ഒരു അടുക്കള ഉണ്ടാക്കിക്കാണ്ട് നമുക്ക് ഉള്ള പണിയും തീർത്തുകൊണ്ട് വേഗം അതിക്ക് കയറിക്കൂടാ. അപ്പം അതിനുള്ള ബഡ്ജറ്റ് ആകാത്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ താമസം. പിന്നെ ഈ കണ്ടോ ഇവിടെയൊക്കെ നല്ലോണം സിമെൻറ്റ് ഇട്ടിക്കണ്, നമ്മൾ നല്ലോണം കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് തന്നെയാണ്. ഇതാണ് നമ്മളെ അമ്മി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഇതിന്മേ ചമ്മന്തി അരക്കണത്, നാളികേരം അരക്കണ വീഡിയോസൊക്കെ നമ്മളെ കുക്കിങ്ങിൽ ഉണ്ട്. ഞാൻ കഴിയുന്നതും ഞാൻ മിക്സിയിൽ അരക്കലില്ല, നേരുണ്ടായ നമ്മൾ ഇതിന്മേ തന്നെയാണ് അരക്കുക. പിന്നെ അതാ നമ്മളെ ഷെഡ്, പിന്നെ ഇതിൻ്റെ ഹോം ടൂർ കാണിക്കോ താത്താന്ന് ചോദിച്ചു. അപ്പോൾ ഹോം ടൂറൊക്കെ കാണിച്ചതാണ്. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, എന്നിട്ട് നമ്മളെ ബാക്കി പെരൻ്റെ കാര്യം പറഞ്ഞു തരട്ടെ. അപ്പോൾ എന്നാൽ വരി. അപ്പോൾ ഇതിങ്ങനെ വന്നിട്ട് ഇവിടെ ഞാനിതാ ഞങ്ങൾ ഇരിക്കണ പലക ഇട്ടത്, ഇരിക്കണ പലക ഇതിങ്ങനെ വെക്കും കൈമേ. കാരണം എന്താണെന്ന് അറിയാം, അല്ലെങ്കിൽ ഈ വാതിലിങ്ങനെ ഇത് താനങ്ങനെ അടയും. അപ്പോൾ ഈ പലക വെക്കലാണ്. അപ്പോൾ ഞാൻ കൂടുതലും കൂട്ടാനുണ്ടാക്കുക, അതുപോലെ ഇറച്ചി മുറിച്ചൊക്കെ പലകം വരുന്ന കാണാണ്. അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കണ പലകയാണ് ഇട്ടത്. അപ്പോൾ വരി നമ്മളെ റൂം കാണിച്ചു തരാം. അപ്പോൾ റൂം എന്ന് പറയുന്നത് ഇതാണ് നമ്മളെ ഒരു ബെഡ്റൂം, കുട്ടികൾ വരുമ്പോൾ കിടക്കുന്ന ബെഡ്റൂമാണ് ഇട്ടത്. പിന്നെ ഇവിടെ ഒരു മേശ ഉണ്ട് കേട്ടോ. ഈ മേശമ്മ നമ്മളെ ബാഗ് കാര്യങ്ങളൊക്കെ വെക്കും. പിന്നെ ഇതാക്കണ് ഒരു ബെഡ്, ഇത് ഇപ്പോൾ നമ്മളെ തലയണ, പിന്നെ നമ്മളെ കുട്ടികൾ പുതപ്പ്, ബ്ലാങ്കറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ചെറിയൊരു റൂമാണ്, കുടിസായിട്ടുള്ളൊരു റൂമാണ്, ഷെഡല്ലേ. ഇപ്പം ഇതിൽ പരിമിതികളുണ്ട്. ഇപ്പോൾ നമ്മൾ വലിയൊരു വീട് വെച്ചിട്ട് അതിൽ വലിയ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ കബോർഡുകൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്, കാരണം അത്രക്കുള്ള സൗകര്യമുള്ളൂ. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്കറിയാം, കാരണം ഇതിലും ചെറിയ വീട്ടിൽ നിന്ന് വന്നവരാണ് ഞാനൊക്കെ എന്ന് പറയുന്നത്. ഇത്രയും സൗകര്യമില്ല. പിന്നെ പഠിച്ചവരെ എത്തിച്ചിട്ട് ഇതുപോലും ഇത്രയും സൗകര്യം ഈ ഷെഡ് പോലും ഇല്ലാത്ത എത്രയോ ആൾക്കാരുണ്ടല്ലേ. ഇത് പഠിച്ചോർപ്പ് എന്ന് പറയാനൊന്നുമില്ല. കണ്ടോ ഈ ഒരു തുണി, ഇതൊരു തുണിയാണ്. പിന്നെ ഇതാക്കണ ഒരു പച്ച കളറാണ് കണ്ടോ. ഇതൊക്കെ ഒരു തൂങ്കാലും അങ്ങനെ കെട്ടി ഇങ്ങനെ മറച്ചിക്കാണ്, ഒരു തുണിന്റെ മറവേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനൊരു റൂമിന് പറഞ്ഞാൽ വാതിലില്ല, അതുകൊണ്ട് ഇതാ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് കേട്ടോ. ഇവിടെ റൂമിന്റെ ഒരു ഞങ്ങളെ ഡോറ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതിങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ എന്താന്ന് വെച്ചാൽ അപ്പുറത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു റൂം അറിയണത്. അപ്പോൾ പറഞ്ഞുകൊണ്ട് തന്നെ എന്താണെന്നറിയോ, ഇതെല്ലാവരും ഇങ്ങനെ നമ്മളിപ്പോൾ ബേജാറായി, ഇനിയിപ്പോൾ കുറച്ച് പൈസയും കൂടി ലോൺ എടുത്തുങ്ങാണ്ട് നമ്മൾ ഇതങ്ങോട്ട് പൊളിച്ച് കളഞ്ഞങ്ങാണ്ട് ഇവിടെ ഒരു അടുക്കളയാണ് വെച്ചാൽ വേഗം പണി തീരും. പക്ഷെ നമുക്ക് കിടന്നുറങ്ങുന്നിടത്ത് ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഇതാ ഈ റൂമിക്ക് പോണ ഒരു വാതില, ഞങ്ങളെ വാതിൽ അറിയണത് ഇതാണ് കേട്ടോ. ഇതാക്കണ ഇതൊന്നും എടുക്കലില്ല ഞങ്ങളെ, പൊടിയുണ്ട് ഇതാക്കണ കണ്ടോ. ഇത് അവിടെയുണ്ട് നമുക്ക് നമ്മളെ ഡോർ. ഇതാണ് മെയിനായിട്ട് ഈ ഒരു ഡോറുള്ളൂ. പിന്നെ ഈ ഒരു ഡോറാണ്. ഇനി നമ്മള് ഈ റൂം ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതാ നമ്മളെ മറ്റേ ഒരു ബെഡ്റൂം അറിയണത്. അപ്പോൾ ഒരു ബെഡ്റൂം ഇതാണ്. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അട്ടൊക്കെ കണ്ടില്ല നിങ്ങളൊക്കെ വീടിൻ്റെ മോന്തായ എങ്ങനെയാണോ, ഇത് നല്ല കഴുങ്ങാണ്. അതുപോലെ ഞങ്ങളെ തട്ടിക എമിക്കുട്ടൻ്റെ വണ്ടികളാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഓട്ടോറിക്ഷയും പ്ലെയിനൊക്കെ നിലമ്പൂർ പാട്ടിന് പോയപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ ഇവിടെ രണ്ടാൾക്ക് കിടക്കുക, അതിൻ്റെ ഉള്ളിലും കിടക്കുക. കുട്ടികൾ വരുമ്പോൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് കിടക്കും. അധികം കുട്ടികൾ അവിടെയാണ് കിടക്കൽ കേട്ടോ. അപ്പോൾ ഇതൊരു ബെഡ്റൂം, ഇത് വലിയ കട്ടിലുമാണ്. പിന്നെ ഇതിൻ്റെ നിലമൊക്കെ കണ്ടില്ല, നല്ലോണം സിമെൻറ്റ് ഇട്ട് നല്ല വൃത്തിയിൽ നമ്മൾ തുടച്ച് തേച്ച് കഴുകി വൃത്തിയാക്കി. ഇതൊരു ഷെഡാണെന്നേ ഉള്ളൂ. പിന്നെ നമ്മളെ കിച്ചണ് വിറകടുപ്പാണ്. നിങ്ങൾക്കറിയാം നമ്മൾ കുക്ക് ചെയ്യുന്നത് വിറകടുപ്പത്താണ്. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഒരു കാരണം ഇങ്ങനെ ഇടും കിടന്നുറങ്ങുമ്പോൾ. കാരണം ഇവിടെ ഗ്യാസാണ്. ഞാൻ വല്ല പണിയിലൊക്കെ എടുക്കുമ്പോൾ കുഞ്ഞാണിയൊക്കെ അവിടെ കിടക്കുകയാണെങ്കിൽ ഒച്ചയും വിളിയും കേൾക്കണ്ടല്ലോ വിചാരിച്ച് അതിങ്ങനെ നീക്കിയിടലാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഇടും കേട്ടോ. ഇതിങ്ങനെ ഒരു പിന്നെ കർട്ടനായിട്ട് ഉപയോഗിക്കാം.
അപ്പോൾ അതാണ് ഗ്യാസ് നമ്മളെ. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ഈ ഷെഡിൻ്റെ ഉള്ളിൽ കാണാത്ത പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഹോം ടൂർ കാണിക്ക് താത്താന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ കാണിക്കണം കേട്ടോ. അപ്പോൾ ഗ്യാസുമ്പോൾ ഞാൻ അങ്ങനെ കുക്ക് ചെയ്യാറില്ല പറഞ്ഞാൽ എന്നും ഗ്യാസ് കത്തിക്കും, ചായ ഉണ്ടാക്കും, പിന്നെ അതുപോലെ പപ്പടം കാച്ചും, എപ്പോഴെങ്കിലുമൊക്കെ മീനൊക്കെ അല്ലെങ്കിൽ പൊരിക്കുക, അല്ല വല്ല മുളക് പൊരിക്കുക, കൊണ്ടാട്ടിന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അല്ലാത്തത് വെറും ചോറും കൂട്ടാനും കാര്യങ്ങളും എല്ലാം നമ്മളെ വിറകടുപ്പത്താണ് ഉണ്ടാക്കല്. അതാണ് നിങ്ങൾ കാണല് കേട്ടോ. ഇനി ഞാൻ അടുക്കള കാണിച്ചു തരാം, വിറകടുപ്പിൻ്റെ അടുക്കള കാണിച്ചു തരാം. അതിൻ്റെ ശേഷം സിറ്റ് ഔട്ടും ഫ്രണ്ടും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ നമ്മളെ വിറകടുക്കളയാണ് ഇട്ടത്. പൈപ്പും വെള്ളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ എല്ലാവർക്കും അറിയണ കാര്യമാണ്, അടുപ്പത്താണ് ഞാൻ കുക്ക് ചെയ്യൽ. കണ്ടോ, നമ്മളെ കിണറ്റത്തെ വെള്ളമാണ് നേരിട്ട് വരികയാണ്. വെള്ളത്തിന് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. അൽഹംദുലില്ലാ ഇത് തന്നെയാണ് നമ്മളെ സ്വർഗം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഇടുക്കാണ് വിറകൊക്കെ ഇട്ടിക്കണ്, വെളിച്ചമില്ലാത്തതുകൊണ്ട് കാണില്ല. ഇവിടുത്തെ ബൾബ് ഉണ്ട്, അതിന് പീസായതാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ വന്നിട്ട് നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ കണ്ടില്ലേ നമ്മളെ കിച്ചണും. പിന്നെ ഇതിൻ്റെ ബാക്കിൽ എന്ന് പറയുന്നത് നമ്മളെ ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. അതിപ്പോൾ ഞാൻ കാണിച്ചും തന്നിട്ടില്ലല്ലേ നിങ്ങൾക്ക്. ഇതാക്കണേ ടോയ്ലറ്റ്, കുളിമുറിയാണ്. കുളിമുറി ഇതാക്കണേ ടോയ്ലറ്റ്. കുളിക്കണത് പഴയ നമ്മുടെ വീടിൻ്റെ ആദ്യത്തെയാണ്. അപ്പോൾ ഈ ഷെഡിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതും കൂടി ഒരു സൗകര്യമാണ്. നമ്മൾ വൃത്തിയിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ എന്തും നമുക്ക് ഒരു സൗകര്യമായിട്ട് വരും അല്ലേ. ഇനി ഞാൻ പുറത്തത് കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്ക് പുറത്ത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മളെ ഷെഡിൻ്റെ മുന്നിൽ തന്നെ ഇതാക്കണ്, ഇതും ഒരു പൈപ്പ് തന്നെയാണ്. ഇതിൽ നമുക്ക് വെള്ളം കിട്ടും. നമ്മളെ കിണറ്റത്തെ നേരിട്ടുള്ള വെള്ളമാണ്. ഇപ്പോൾ ഷെഡാണെന്നുള്ള ഒരു പരിമിതി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ നല്ല സൗകര്യമാണ്. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യണം, നമ്മളെ ഈ പുതിയ വീടിൻ്റെ പണി തീർന്നിട്ട് ഇവിടെ നമുക്ക് അടുക്കള വെക്കണം. ഞാൻ എല്ലാവരും വിളിക്കും, താത്ത നിങ്ങൾ ഞങ്ങളെ കൂടിയിരിക്കലിന് വിളിക്കൂലേ എങ്ങനെ ചോദിക്കും, നിങ്ങൾ എല്ലാവരും വിളിക്കും. അപ്പോൾ നമ്മളെ ഈ വീടിൻ്റെ ഒരു സൈഡാണിത്. ഇപ്പോൾ ഇതും കുഞ്ഞാണിയൊക്കെ ഒന്ന് ഓടൊക്കെ വെച്ചങ്ങാണ്ട് നനച്ചു കൊടുക്കാൻ ഇനി വേനലായില്ല, അതിന് വേണ്ടിയിട്ട് ശരിയാക്കിയാണ് കേട്ടോ. ഈ ഭാഗത്തെ ബാക്കൊക്കെ കുറച്ച് സ്ഥലമുണ്ട്. പിന്നെ ഇതാ ഈ സൈഡ് അപ്പോൾ അത് മണ്ണൊക്കെ കുറച്ച് കൂട്ടി വെച്ചിരിക്കണത്, പച്ചക്കറി കുഴിച്ചിടണം ടെറസിൻ്റെ മുകളിൽ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞാണിയൊക്കെ കാട്ടി കൂട്ടിയാണ് കേട്ടത്. അപ്പോൾ നമ്മളെ സിറ്റ് ഔട്ട് അറിയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒന്നാമത് നമ്മളിതിൽ താമസം തുടങ്ങിയിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഇതൊക്കെ ഇവിടെ വെച്ചത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഇതാണ് അപ്പോൾ മണ്ണ് ഇവിടെ കൂട്ടി വെച്ചത്, കുഞ്ഞാണിയൊക്കെ ബേക്കിൽ നിന്ന് കളച്ചിങ്ങാണ്ട് കൂട്ടി വെച്ചത്. നമ്മളെ ടെറസിൻ്റെ മുകളിൽ എന്തെങ്കിലും പച്ചക്കറി നട്ടിട്ട് അതിൻ്റെ പെരൻ്റെ മുകൾക്ക് നടണം, പെരൻ്റെ മുകൾക്ക് വിടണം. പിന്നെ വല്ല കുമ്പളോ മത്തനൊക്കെ നട്ടിട്ട് അങ്ങനെ പറഞ്ഞു കുഞ്ഞാണിയൊക്കെ. അപ്പോൾ ഇത് പിന്നെ വിറകിൻ്റെ പറഞ്ഞില്ലേ, ഇത് കുഞ്ഞാണിയൊക്കെ വെട്ടണ തോട്ടത്തിലത്തെ വിറകാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാണിയൊക്കെ അവിടെ വിറക് ഉണ്ടാക്കി വെക്കും. ഞാൻ അങ്കണവാടി വിട്ട് പോരുമ്പോൾ നമ്മളെ സ്കൂട്ടീൻ്റെ മുന്നിലേ വിറക് വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരും കേട്ടോ. ഞാൻ അത് കാണിച്ചു തരാം. കുഞ്ഞാണിയാക്കാൻ്റെ ബൈക്കാണ് കേട്ടോ. ഇതാണ് സ്കൂട്ടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വിറക് വെച്ചിട്ടാണ് ഞാൻ ഈ സ്കൂട്ടിമ്മ വിറക് കൊണ്ടുവരല്ലേ. അപ്പോൾ എന്നാൽ വിറകിനായിട്ട് പോകും വേണ്ട, കുഞ്ഞാണിയൊക്കെ അവിടെ ഇട്ട് വെക്കും. ഇതാണ് നമ്മളെ കുഞ്ഞു സ്വർഗത്തെ കുഞ്ഞു കിണർ, നിറച്ച് വെള്ളമാണ്. അൽഹംദുലില്ലാ അങ്ങനത്തെ ഉള്ള ഖൈറും ബർക്കത്തൊക്കെ നമുക്കുണ്ട്. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ തോടൊക്കെ ഉണങ്ങി കിടക്കുകയാണ് കേട്ടോ, ഉണങ്ങി കിടക്കുകയാണ്. പിന്നെ കാരണം ഒന്നാമത് വെള്ളമൊക്കെ അങ്ങോട്ട് തിരിച്ച് പോയതാണ്. ഇനിയിപ്പോൾ പിന്നെ നമ്മൾ മെനക്കെട്ട് വെള്ളം കെട്ടി തിരിച്ച് പുഴയിൽ നിന്ന് കൊണ്ടുവരികയാണെങ്കിലൊക്കെ വെള്ളം വരും. അപ്പോൾ ഇനി നമ്മൾ അവിടെയുള്ള പാടങ്ങളൊക്കെ നനക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുതലാളിമാർ വെള്ളം തിരിച്ച് കൊണ്ടുവരുമ്പോൾ വെള്ളം ഉണ്ടാവും. പിന്നെ ഇതാണ് നമ്മളെ വീട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. നമുക്ക് അങ്ങനെയുള്ള പ്രയാസങ്ങൾ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് കുറച്ച് ബാധ്യതകൾ ഉണ്ട് എന്നുള്ളൂ. അത് തീരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. പിന്നെ കടം ലോണൊന്നും ഇല്ലാത്ത മനുഷ്യന്മാർ ഇന്ന് ഈ ദുനിയാവിലില്ലല്ലേ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് തരണം. അതുമാത്രമല്ല നിങ്ങൾ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം കിട്ടുകയാണെങ്കിൽ നമ്മളെ വീട് പണിയൊക്കെ ഒന്ന് പെട്ടെന്ന് തീർക്കണം എന്നുള്ള വലിയൊരാഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ടും കൂടിയിട്ടാണ് ഞാൻ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നം എന്ന് പറയണത് നമ്മളൊക്കെ വീട് പെട്ടെന്നൊന്ന് കയറിയാൽ
താമസിക്കുക എന്നുള്ളതാണല്ലോ അല്ലേ. പിന്നെ എന്താ പറയുക, നമ്മളെ ഈ കുഞ്ഞു സ്വർഗം പൊളിച്ച് കളയൽ നിർബന്ധമാണ് നമ്മളെ അടുക്കള. അപ്പോൾ എല്ലാവരും പറയുന്നത് താത്ത നിങ്ങൾ ഈ കുഞ്ഞു സ്വർഗം പൊളിച്ച് കളയരുത് കേട്ടോ, അല്ലാതെ തന്നെ നിങ്ങളിവിടെ വീട് വെക്കിന്ന് അടുക്കള. അപ്പോൾ ഇത് പൊളിച്ച് കളയാതെ അപ്പോളേ വീഡിയോ അത്ര തന്നെ ഉള്ളൂ. നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളൊക്കെ ഒന്ന് ആഞ്ഞു പിടിക്കുകയാണെങ്കിൽ സപ്പോർട്ട് ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം കിട്ടുമല്ലോ. ആ ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ മാത്രം മതി. ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മളെ വീടിരിക്കൽ ഞാൻ പറയും, അതിൻ്റെ മുന്നേ വീഡിയോസൊക്കെ ഞാൻ ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ടാറ്റാ.